അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വബഅദ്. ഇന്ന് മനുഷ്യൻ പല കാരണങ്ങളാലും അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ദൈവനിഷേധികളായ ആളുകൾ, മതത്തെ പരിഹസിക്കുന്ന ആളുകൾ, ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ആളുകൾ, രാജ്യത്തിനു വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്ന ആളുകൾ. അഹങ്കാരമെന്ന രോഗം മാറണമെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഞാൻ മനുഷ്യനാണ്, മനുഷ്യൻ എത്രമാത്രം ദുർബലനും എത്ര നിസ്സാരക്കാരനുമാണ് എന്ന് അറിയേണ്ടതുണ്ട്. ശൂന്യതയിൽ നിന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യന് അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ, പ്രസ്താവ്യ യോഗ്യമായ ഒരു അവസ്ഥ ആയിരുന്നില്ല മനുഷ്യൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഒരു ബീജത്തിൽ നിന്നും, കൂടിച്ചേർന്ന ഒരു ബീജത്തിൽ നിന്നും ഉണ്ടായി എന്നത് അവന്റെ അഹങ്കാരത്തെ കെടുത്തുന്ന കാരണമായി തീരണം. അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു മനുഷ്യന്? അവൻ എത്രമാത്രം നിസ്സാരക്കാരനാണ്. അവന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ പോലും അവനൊരു അധികാരവും ഉണ്ടായിട്ടില്ല. ഏത് നാട്ടിൽ, ഏത് മാതാപിതാക്കളുടെ മകനായി, ഏത് നിറത്തിൽ, ഏത് ഭാഷ സംസാരിക്കുന്നവനായി ജനിക്കണം എന്ന് സ്വയം നിയന്ത്രിക്കുവാൻ അവന് സാധിച്ചിട്ടില്ല. മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ്. കാരണം അവൻ ജനിക്കുമ്പോൾ ഒരു ശേഷിയും അവനുണ്ടായിരുന്നില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മനുഷ്യൻ എത്രമാത്രം കഴിവ് കുറഞ്ഞവനാണ്. അവന്റെ ചുറ്റുഭാഗത്തുമുള്ള ജന്തുലോകത്തെ ഒന്ന് നോക്കുക. ആ ജന്തു ലോകത്തിൽ മിക്കതും ജനിച്ച ഉടനെ തന്നെ ഇര തേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രാപ്തമാകാറുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ ഞാൻ വളരെ നിസ്സാരക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കണം. കാട്ടിലെ ചീറ്റപ്പുലിയെപ്പോലെ, സിംഹത്തെപ്പോലെ, കുതിരയെപ്പോലെ, ആനയെപ്പോലെ, കരടിയെപ്പോലെ മനുഷ്യന് ഒരിക്കലും അത്തരത്തിൽ കഴിവുകളില്ല എന്ന് അവൻ അറിയേണ്ടതുണ്ട്. അവയ്ക്ക് പ്രകൃതിദത്തമായ കവചങ്ങൾ, രോമങ്ങൾ, തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള തൊലി, കമ്പിളി, ചിറകുകൾ, മൂർച്ചയുള്ള നഖങ്ങൾ, കൊമ്പുകൾ, ഇതൊക്കെ അല്ലാഹു നൽകി എന്ന് പറയുമ്പോൾ ഞാൻ നിസ്സാരനാണ് എന്ന് അവൻ അറിയേണ്ടതുണ്ട്. പരുഷമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ മൃഗങ്ങൾക്ക് സാധിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ തീവ്രത മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കുറവാണ്. മനുഷ്യൻ എത്രമാത്രം ബലഹീനനാണ്. ഒരു ചെറിയ രോഗാണുവിനു മുമ്പിൽ അവൻ പരാജയം സമ്മതിക്കേണ്ടി വന്നു. കൊറോണ എത്ര ലക്ഷം ആളുകളെയാണ് കൊന്നൊടുക്കിയത് എന്ന് അവന് ബോധ്യമാകുമ്പോൾ അഹങ്കരിക്കാൻ എനിക്കെന്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവൻ അറിയുകയാണ്. മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ്. ജീവൻ നിലനിർത്താൻ ഭക്ഷണമില്ലെങ്കിൽ, ദാഹം ശമിപ്പിക്കാൻ വെള്ളമില്ലെങ്കിൽ, തളർച്ചയിൽ നിന്ന് മുക്തി നേടാൻ ഉറക്കമില്ലെങ്കിൽ, രോഗം ഭേദമാക്കാൻ ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ഇല്ലെങ്കിൽ, വാർദ്ധക്യ സമയത്ത് സഹായഹസ്തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് എന്തു സാധിക്കും? യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു, അല്ലാഹു ആട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാകുന്നു എന്നാണ്. പ്രകൃതിയിലുണ്ടാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ മാറ്റിമറിക്കാൻ അവന് സാധിക്കുകയില്ല. ഒരു കാറ്റോ ഭൂകമ്പമോ മിന്നൽ പിണർപ്പോ സുനാമിയോ അതിനെയൊന്നും നിയന്ത്രിക്കുവാൻ അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം അവന് ബോധ്യമാകുമ്പോൾ അല്ലാഹുവിൽ തവക്കുലാക്കലാണ് അതിനുള്ള ആശ്രയം എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ ജീവിക്കുകയാണ് ഇതിന്റെ പരിഹാരം എന്നവൻ കണ്ടറിയുന്നു. ബലഹീനനെയും ദരിദ്രയെയും സഹായിക്കേണ്ടതുണ്ട് എന്നത് അവന് ബോധ്യമാവുന്നു. ആ രൂപത്തിൽ അഹങ്കാരം പൊടിഞ്ഞ് ഞാൻ വളരെ ബലഹീനനാണ്, എത്രമാത്രം ബുദ്ധിയുണ്ടായിരുന്നാലും ശരി എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ.
Tune to reality.